ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്നവർ കൃപ സ്വാഭാവികമായിട്ടും അത് കൃപയുടെ ഒരു പ്രത്യേകത, കൃപയ്ക്ക് മാത്രമേ ആ പ്രത്യേകതയുള്ളൂ. അത് എല്ലാ മേഖലകളെയും വ്യത്യസ്തങ്ങളായ രീതികളിൽ സ്പർശിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും കൃപ നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കും ദൈവശക്തിയായിട്ട്. അപ്പോൾ നിങ്ങളെ ആരാധനയ്ക്ക് മുമ്പ് തന്നെ ആ വിഷയം, നിങ്ങൾ രോഗിയാണെങ്കിൽ അത് ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഇപ്പോഴ് മൗനമായി സമർപ്പിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് രോഗങ്ങളില്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർക്ക് രോഗമുണ്ടെങ്കിൽ അവരുടെ പേരിൽ ആ വിഷമം അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതാണ്. കൃപ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണത്. അത് നമുക്ക് കൃത്യമായി മനസ്സിലാകും. അതായത് ഇതിന് ടൈമില്ല എന്നുള്ളതാണ് പ്രശ്നം. കാലവുമില്ല, ദേശവുമില്ല. കൃപ കാലാതീതവും ദേശാതീതവുമാണ്. അതുകൊണ്ടാണ് ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തുള്ളവർ ഈ സെക്കൻഡിൽ സുഖപ്പെടുന്നത്. എത്രയോ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ കാണാം. അവർ ഭൂഖണ്ഡങ്ങൾ അപ്പുറത്തു നിന്നാണ് ഈ ശുശ്രൂഷ കൂടുന്നത്. പക്ഷേ ഓൺ സെക്കൻഡ് ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ മുഴകൾ അപ്രത്യക്ഷമാകുന്നത് കാണാം. അപ്പം കൃപയുടെ ഒരു പ്രത്യേകത, ഇതിങ്ങനെ കണ്ണുകൊണ്ട് കാണാത്ത വിധത്തിലും ഇത് പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാം. അപ്പം ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ, ഞാനിത് പറയാൻ കാരണം, നിങ്ങൾക്കിതുപോലെ ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അച്ഛൻ ആരാധന തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും തുടങ്ങുന്ന മുമ്പ് തന്നെ നിങ്ങൾ മൗനമായി ഭക്തിപൂർവ്വം സമർപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ഒത്തിരി പേരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കിറ്റ് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന കുടുംബങ്ങളുണ്ട് ഇന്ന് കേരളത്തിലല്ല, പുറത്തും എല്ലായിടത്തും. അല്ലെങ്കിൽ അവർക്ക് വേറെ പട്ടിണിയാണ്, അവർ പ്രശ്നമില്ല അവർക്ക്. ഇനി ജോലി നഷ്ടപ്പെട്ടവർ കടം മേടിച്ചു എന്ത് വിപത്താണ് ഇനി വരാൻ പോണതെന്ന് അറിയാൻ പാടില്ല നിൽക്കുന്നുണ്ട്. ഇത് എപ്പോൾ തീരും? ഈ കൊറോണ എപ്പോൾ തീരും? ഇതിൻ്റെ സാമ്പത്തിക തകർച്ചകൾ എപ്പോഴാണെന്ന് അവസാനിക്കണത്? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കുക. ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെ ഓർത്തിട്ട് നമുക്കൊരു എത്തുംപിടിയും ഇല്ലാത്ത ഒരവസ്ഥ. ആ ജീവിതത്തിൻ്റെ ഫ്ലോ അങ്ങ് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ മണി ഫ്ലോയും പോയി, സാമ്പത്തികമായ വരവ് ചിലവെല്ലാം പോയി. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണിനി സംഭവിക്കാൻ പോകുന്നത്? മാന്യമായിട്ട് ജീവിക്കാൻ പറ്റാതെ വരുമോ? ആശങ്കകൾ. ഈ ആശങ്കകളെന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളാണ്. അതും ഇപ്പോഴ് നമ്മൾക്ക് കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കണം. നിങ്ങളുടെ ജോലി ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ശമ്പളം കിട്ടാത്ത അവസ്ഥ. ജോലി ഉണ്ട് പലർക്കും, പക്ഷേ ശമ്പളം കിട്ടണില്ല. 10 മാസമൊക്കെ ആയിട്ട് ശമ്പളം കിട്ടാത്തവരുണ്ട്. അവരോട് ശമ്പളം ചോദിക്കാതെ മിണ്ടാതെ പ്രാണികളെപ്പോലെ ഏതായാലും ഭക്ഷണത്തിനുള്ള മക കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. കാരണം ശമ്പളം ചോദിച്ചാൽ അവർ പറയും നിങ്ങൾ വേണേൽ പോയിക്കൊള്ളാൻ പറയും. അങ്ങനെയുള്ള ഒരു വികലമായ ഒരു സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇതിനൊക്കെ എല്ലാത്തിനും ഞാൻ ചില സമയത്ത് ഓർക്കുക, കൃപാസനത്തിൽ അതിന് പരിഹാരം ഇല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകത്തില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനം വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള അഭിഷേക കേന്ദ്രമാണ്. ഉടമ്പടി അമ്മ തരണതിന് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഉടമ്പടി തരുന്നതിന് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലങ്ങളെല്ലാം നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ശാരീരികവും മാനസികവുമായി തകർന്നവർ, അവരുടെ ആശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു ദൈവിക സംവിധാനമാണ് ഈ ആരാധനാ തളം. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ, നിങ്ങളും വിദൂരങ്ങളിൽ എന്നെ ശ്രവിക്കുന്നവരും നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഇപ്പോഴത്തന്നെ ആരാധനയ്ക്ക് മുമ്പ് പരിശുദ്ധ അമ്മ ഇതിനൊരു തീരുമാനം ഉണ്ടായി. ഞാൻ കൃപാസനത്താരെ കയറി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് പറയണം. നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകും. ഞാൻ കൃപാസനത്താരെ കയറി ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോനെ മഹത്വപ്പെടുത്തുമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരാധനയ്ക്ക് നമ്മൾ പോകുന്നത്. വീടില്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കുടുംബ കലഹമുള്ളവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ.
ഇവിടെ എല്ലാം വേദനിക്കുന്നവരെ, നിങ്ങൾ അതിലൂടെയാണ് ഞങ്ങൾ നിങ്ങളെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതും അടുപ്പിക്കുന്നതും വളർത്തുന്നതും. അങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ വലിയ ശുശ്രൂഷയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാൻ ആഗ്രഹിച്ച എല്ലാ വിഷയങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴുള്ള വിഷയത്തിന് മാത്രമല്ല. ഇന്ന് കൊറോണയുടെ ഏറ്റവും വലിയ പ്രശ്നം ഭാവിയുടെ ആശങ്ക തലമാണ്. സാമ്പത്തിക മേഖലയിലും സാമ്പത്തിക കടങ്ങൾ പെരുകുന്നുണ്ട്. ഇപ്പോൾ രോഗത്തിൻ്റെ മേഖലകളിലും എല്ലായിടത്തും. പിന്നെ നമ്മൾ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർ കയറിപ്പോകുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ, അതുപോലെ തന്നെ തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ, ഇങ്ങനെ എല്ലാം നോക്കുമ്പോൾ എപ്പോഴും ആശങ്കയാണ്. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അതിൻ്റെ ആശങ്കകളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു വചനമുണ്ട്. ആ വചനത്തിൻ്റെ പിൻപറ്റിയാണ് ഇന്ന് ആരാധന സഞ്ചരിക്കുന്നത്. സംഭവിക്കാൻ പോകുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:36 തിരുവചനം. അതിൻ്റെ കോണ്ടസ്റ്റ് ഒരു പരൂസിയ കോണ്ടസ്റ്റാണ്. പക്ഷേ അതല്ല വചനത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, വചനം എങ്ങനെ ആപ്ലിക്കേറ്റ് ചെയ്യുന്നു അതനുസരിച്ചാണ് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്നത്. വചനം നമ്മളിപ്പോൾ നമ്മുടെ പ്രശ്നത്തോട് നമ്മുടെ മനസ്സിലുള്ളത് എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു നമ്മുടെ ജീവിതത്തിലെന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെ വരുന്ന ആശങ്കകളെ എങ്ങനെയാണ് വചനം തരണം ചെയ്യണത്? എങ്ങനെ ആശങ്കകളെ എങ്ങനെ തരണം ചെയ്യാം? അതിനാണ് പരിശുദ്ധാത്മാവ് പറയണത്. എന്ത് ചെയ്യണം? സംഭവിക്കാൻ പോകുന്ന 21:36 സംഭവിക്കാൻ പോകുന്ന ഇവയെന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അപ്പം നമുക്ക് വേണ്ടത് കരുത്താണ്. ശരിക്കും സംഭവിക്കാൻ പോകുന്ന ആശങ്ക വരുമ്പോൾ നമ്മൾ എന്നാ സംഭവിക്കണത്? ആശങ്ക വരുമ്പോൾ സ്വാഭാവിക സാമ്പത്തിക ആശങ്ക വരാം. ഇപ്പോൾ രോഗിയാണെങ്കിൽ ശാരീരിക ആശങ്ക വരാം. ഞാൻ ഈ രോഗം കൊണ്ട് എത്ര കാലം സർവൈവ് ചെയ്യാൻ പറ്റും? എന്തായിരിക്കും എൻ്റെ അടുത്ത കൊല്ലത്തെ അവസ്ഥ? എന്തായിരിക്കും എൻ്റെ 10 കൊല്ലം കഴിയുമ്പോഴുള്ള അവസ്ഥ? അപ്പോൾ രോഗികളുടെ ആശങ്കകൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആശങ്ക വരുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കണത്? വി വിൽ ലോസ്റ്റ് അവർ കറേജ്. നമുക്ക് അതിൻ്റെ കരുത്ത് പോകും. അതാണ് ബൈബിൾ പറയണത്. കരുത്ത് ലഭിക്കണം. നമുക്ക് കരുത്ത് ലഭിക്കണം. അപ്പം നമ്മൾ പ്രാർത്ഥനയിലൂടെ ഉദ്ദേശിക്കുന്നത് പല ആൾക്കാരെ അനുഗ്രഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വചനം അനുഗ്രഹം എന്ന് മാത്രമല്ല പറയണത്. പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് കരുത്താണ്. എന്നുവെച്ചാൽ ദ പവർ ടു സർവൈവ്. ഈ വിഷയത്തെ സർവൈവ് ചെയ്യാൻ ചിലപ്പോൾ ആ വിഷയം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നെന്ന് വരത്തില്ല. പക്ഷേ അതിൻ്റെ കറസ്പോണ്ടിങ് ആൻഡ് ഇക്വാലൻ്റ് പവർ നമുക്ക് കിട്ടും, കരുത്ത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു വിഷയം നമ്മൾ വിചാരിക്കണ പോലെ തന്നെ ചാർട്ട് ചെയ്ത് നടക്കണം നിർബന്ധമില്ല. പക്ഷെ നമ്മൾക്ക് അതിൻ്റെ പൊള്ളലേൽക്കാതെ സർവൈവ് ചെയ്യാൻ ആവശ്യമായ കരുത്ത് ദൈവം അലോട്ട് ചെയ്യും. അതാണ് 21:34 പറയണത്. സംഭവിക്കാൻ പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കരുത്ത് ലഭിക്കാൻ. ഇപ്പം അവിടെ കരുത്താണ് വേണ്ടത്. ചില സമയത്ത് ബൈബിൾ അതിനെ കപ്പാസിറ്റി എന്നൊക്കെ വിളിക്കും. പക്ഷെ ഉൾക്കരുത്ത് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സദാ പ്രാർത്ഥനയിൽ നിരതരായിരിക്കാൻ. ഒന്ന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ
സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന അതുപോലെ ആശങ്കപ്പെടുന്ന അനേകം മക്കള് ബലഹീനരായി പോകുന്നുണ്ട്. അവർക്ക് ആവശ്യമായ കരുത്ത് ലൂക്കാസ് വിശേഷം 21:36 പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ കാരുണ്യനാഥനോട് ഈ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവികമായ സ്വർഗീയമായ കരുത്തിനാൽ ഈ നിമിഷം ഞങ്ങളെ അഭിഷേകം ചെയ്യണം. അതിൻ്റെ പൊള്ളലേൽക്കാതിരിക്കാനും. ഇപ്പം പൊള്ളലേൽക്കാതിരിക്കുന്നത് ബൈബിളിലെ ഒരു വലിയ ഒരു ആധ്യാത്മിക അനുഭവമാണ്. ഒരു വിഷയത്തിന് സ്വാഭാവികമായിട്ട് വരുന്ന പൊള്ളലേൽക്കാതെ നമുക്കതിനെങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? ബൈബിൾ അന്വേഷിക്കുന്ന ഒരു വിഷയമാണ്. ഒരിക്കലേ എനിക്കതിനെക്കുറിച്ചൊരു 10-20 കൊല്ലം മുമ്പ് തന്നെ ഈ നോട്ട് കിട്ടിയതാണ്. അതായത് മനുഷ്യനെ ആവശ്യിക്കുന്ന അതീവ ഉത്കണ്ഠാകരമായ വിഷയത്തിൻ്റെ മേലെ അവൻ്റെ മെയ്യിട്ട് കൊള്ളാതെ ദൈവം പൊതിയപ്പെടുന്ന ഒരു ശാരീരിക ദൈവാനുഭവമുണ്ട്. ഒരിക്കലേ എൻ്റെ ഒരു പ്രാർത്ഥനാ സുഹൃത്ത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള നല്ല അനുഭവങ്ങളൊന്നാണത്. ഒരിക്കൽ അദ്ദേഹത്തിന് CBI റെയ്ഡുണ്ടായി. അദ്ദേഹം ഒരു വ്യവസായി ആയത് കാരണം, വ്യാപാരി ആയത് കാരണം CBI റെയ്ഡുണ്ടായി. റെയ്ഡ് പലതരത്തിലുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ തന്നെ വിജിലൻസിൻ്റെ റെയ്ഡുണ്ടായി, ക്രൈംബ്രാഞ്ച് ഉണ്ടായി. കാര്യം പുള്ളിയുടെ ശത്രുക്കൾ പുള്ളിയെ ബിസിനസ്സിൽ നിന്ന് കളയാൻ വേണ്ടി ചെയ്യണ ഒത്തിരി ഹൈക്കോടതി കുറേ കേസ്. ഒരു മനുഷ്യൻ, ഞാൻ ഈ സമയത്ത് ഓർക്കി, ഒരു മനുഷ്യന് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ, ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന്. കാര്യം ഒരു കേസല്ലേ. അതായത് വിജിലൻസിൻ്റെ കേസുണ്ട്, ക്രൈംബ്രാഞ്ചിൻ്റെ കൂടെ CBI. അതായത് ഈ മനുഷ്യൻ്റെ പിന്നിലാണ് എപ്പോഴും പോലീസ്. ഒരു ദിവസം അദ്ദേഹം എന്നെ രാത്രി വിളിച്ചു. ഞാൻ എപ്പോഴും അത് ഓർക്കും. അങ്ങനെയാണ് ഞാൻ ഈ അഭിഷേകം പഠിച്ചെടുത്തത്. അഭിഷേകം അതായത് അദ്ദേഹം രാത്രി എന്നോട് എന്നോട് പറഞ്ഞ, അച്ഛാ വളരെ ഞാൻ ഇപ്പം സംസാരിക്കും, അതിനുശേഷം ഞാൻ സിം ഒടിച്ച് കളയാമെന്ന് പറഞ്ഞു. കാര്യം എന്താ, എന്നെ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കാര്യം അകത്തായാൽ പിന്നെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. അകത്തായത് തന്നെ അത്രയും തന്ത്രപരമായിട്ടാണ് നിൽക്കുന്നത്. അകത്ത് നീ പോകരുത്, പോകുമെന്ന് പുള്ളിക്ക് ഉറപ്പായി. കാര്യം പുള്ളി 14ാമത്തെ നിലയിൽ നിൽക്കുകയാണ്, പോലീസ് താഴെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല. ദൈവത്തിൻ്റെ എന്തോ അനുഗ്രഹമാണ്. പക്ഷേ ഇയാളെ എവിടെയോ ഈ പ്രദേശങ്ങളിൽ എവിടെയോ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ വേറിട്ട് ലൊക്കേറ്റ് ഒന്നും പിടികിട്ടുന്നില്ല. അതുകൊണ്ട് പക്ഷേ പുള്ളിക്കറിയാം പിടുത്തത്തിലായി പോയെന്നറിയാം. എന്നോട് പറയും, നാളെ എന്നെ അച്ഛന് കോള് കിട്ടില്ലെങ്കിൽ ഞാൻ അകത്തായെന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ പരവേശം കൊള്ളിക്കണം, വിഷമിച്ചിട്ട് സങ്കടപ്പെട്ട്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ അത്രയും ആ മനുഷ്യൻ വേദനിക്കണ കാണുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. കാര്യം മറ്റൊരു സിറ്റിയിൽ എനിക്കാണെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല. കാര്യം എൻ്റെ സംസാരം പിടിച്ചെടുത്താൽ പോലീസ് അപ്പം തന്നെ ഇയാൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ ഉടനെ അദ്ദേഹത്തോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ അവളെ ഇൻ്റലിജൻ്റായിട്ടാണ് മൂവ് ചെയ്യണത്. പുള്ളി എന്നോട് സംസാരിച്ചുകൊണ്ട്, അച്ഛൻ ഒന്നും പറയരുത്, പേര് പറയരുത്, സ്ഥലം പറയരുത്, ഒന്നും പറയരുത്, ഞാൻ നീ എന്നൊക്കെ പറയാവൂ. അത്രയേ ഉള്ളൂ പ്രശ്നം. കാര്യം അത്രയും സീരിയസ് ആണ് വിഷയം. കള്ളക്കേസാണ്. പക്ഷേ നമ്മൾ തെളിയിക്കണം കോടതി തെളിയിക്കണമെമ്പോൾ അകത്തായി പോയത് തന്നെ. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പ്രത്യേകത. അതാണ് മുൻകൂർ ജാമ്യമില്ല. കള്ളക്കേസാണ്. പക്ഷേ അത് തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോടതി വരണം. കോടതി വെക്കേഷൻ ആണെങ്കിൽ നമ്മൾ തിന്നത് തന്നെ പ്രശ്നം. കോടതി വെക്കേഷൻ ആകുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് അകത്തിടാൻ ഉദ്ദേശിക്കുന്ന ശത്രുക്കൾ കൃത്യമായ കാര്യം നിൽക്കത്തുള്ളൂ. പിന്നീടല്ല ഇവരെ അകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ലീവായിരിക്കും. പിന്നെ 2 മാസം കഴിയേണ്ടി വരും.
അതിനുള്ളിൽ എല്ലാ തെളിവുകളും ആർക്ക് അനുകൂലമാക്കി അവരെടുക്കും. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്കും എന്ത് ചെയ്യാൻ പറ്റും? എനിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ഉപദേശം കൊടുക്കും? എനിക്കൊരു ഉപദേശം കൊടുക്കാൻ പറ്റണില്ല, പേര് പോലും വിളിക്കാൻ പറ്റണില്ല. പിന്നെ എന്തു ചെയ്യും? ഇതാണ് ഈ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ നമ്മൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ഭയങ്കര ഈ ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും ശക്തിയും ഏറ്റവും ബലഹീനതയും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള അറിവുകേടാണ് സംഭവം. നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? പരിശുദ്ധാത്മാവ്. കാരണം ജന്മനാ തന്നെ ജനിക്കുമ്പോൾ തന്നെ ജ്ഞാനസ്ഥാനത്തോടെയൊക്കെ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതാണ്. നമ്മൾക്ക് പിന്നെ സ്ഥൈര്യലേപനത്തിലൂടെയൊക്കെ അത് സ്ഥിരപ്പെടുത്തിയെടുക്കുന്നതാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനെ ഓൾറെഡി ബാപ്റ്റിസത്തിൽ കിട്ടും. പിന്നെ നമ്മളതിനെക്കുറിച്ച് കോൺഷ്യസ് അല്ല നമ്മൾ. പക്ഷേ പിന്നീട് നമ്മൾ വളർന്നു വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് നമ്മളത് ഊതി. ഇപ്പോൾ തിമോത്തി 1 പറയത്തില്ലേ, ടു ഫാൻ ഇൻ ടു ഫ്ലെയിംസ് എന്ന് പറയും. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം ഊതിക്കത്തിക്കാൻ. അതാ നല്ല രസമുള്ള വാക്കാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്, ടു ഫാൻ ഇൻ ടു ഫ്ലെയിംസ്. എന്നുവെച്ചാൽ ഊതിക്കത്തിക്കുകയാണ്. അതായത് നമ്മൾ ഊതാറുമില്ല, കത്തിക്കാറുമില്ല. പരിശുദ്ധാത്മാവിന് വരുന്ന നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു വിഷയം അതാണ്. നമ്മൾ ഊതാറുമില്ല, കത്തിക്കാറുമില്ല. നാട്ടുകാരെ മൊത്തം നമ്മൾ ഊതും, പക്ഷെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ഊതാറില്ല. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എഴുതിയിട്ടുണ്ട്, സദാ പ്രാർത്ഥനയും നിരന്തരം. പരിശുദ്ധാത്മാവിന് നമുക്ക് ലീവ് കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ലീവ് കൊടുത്ത്. ഇപ്പം നമ്മൾ സംഭവിക്കുക, ഇപ്പം 21:36 പറഞ്ഞില്ലേ, 21:36 എന്താ പറഞ്ഞത്? സംഭവിക്കാൻ പോകുന്നതെന്നെല്ലാം രക്ഷപ്പെടാൻ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ ഹാജരാകാൻ സദാ പ്രാർത്ഥനാ നിരതരും. അവിടെ ഒരു വിഷയം, സദായ്ക്കാണ് വാക്ക്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല പറയണത്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നമ്മൾക്ക് വേണ്ടത്രയും വോൾട്ടേജ് സിംഗിൾ ഫേസിലാണ് പോകുന്നത്. നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യണത്. സിംഗിൾ ഫേസ് വർക്ക് ചെയ്താൽ അതിൻ്റെ ബൾബൊക്കെ തെളിയിക്കാൻ പറ്റും, ഇതുപോലെ ഫാനൊക്കെ കറക്കാൻ പറ്റും. പക്ഷെ ഒരു മോട്ടർ, ഒരു അരിയോ ഗോതമ്പോ ഒക്കെ പൊടിപ്പിക്കണമെങ്കിൽ അത് വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ ഒരു മോട്ടർ 3 ഫേസിൻ്റെ മോട്ടർ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലെന്നല്ല, നമുക്കൊക്കെ കുടുംബ പ്രാർത്ഥന ഉണ്ട്, നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും ഉണ്ട്. ഓരോ വീടുകളിലൊക്കെ ചെന്ന് 1 കിലോ 2 കിലോ ഒക്കെ പുസ്തകം തന്നെ പ്രാർത്ഥനാ പുസ്തകമുണ്ട്. പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സദാ പ്രാർത്ഥന. അപ്പം നിങ്ങളവർക്ക് ഇതുപോലെ എപ്പോഴും പള്ളി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന അതല്ല. സദാ പ്രാർത്ഥന മീൻസ് പ്രെയർ കോൺഷ്യസ് ആണ്. നമ്മൾക്ക് എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, ഇത് നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കേണ്ടതാണ്. കർത്താവേ, നിന്നെക്കുറിച്ചുള്ള ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിൽ തരണേ. അങ്ങനെ നിന്നെക്കുറിച്ചുള്ള ചിന്ത തരണേ എന്ന് പറഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവിനെ നിലനിർത്തി തരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ പിന്നീട് ഈ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. ഓരോരോ സമയത്ത് വേണ്ട പ്രാർത്ഥനകളുണ്ട്. ഇപ്പം നിങ്ങൾ പറയും, ഇപ്പം നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥനാ പുസ്തകത്തിലുണ്ട്, എന്താണ്, ഇപ്പം ഔസേപ്പിതാവിൻ്റെ കാലമാണിത്. ഇപ്പം നമ്മൾ പറയും ഔസേപ്പിതാവ് നല്ല മരണത്തിൻ്റെ പുണ്യാളനാണെന്ന് പറയും. ഇപ്പം നല്ല മരണത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയുണ്ട് അല്ലേ? നല്ല മരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, ഗർഭിണികൾ ആശുപത്രി ടെസ്റ്റിന് പോകുന്ന സമയത്തുള്ള പ്രാർത്ഥനയുണ്ട്, അബോർട്ടാകാതിരിക്കാനും ഡോക്ടറിനെ സമർപ്പിച്ചുള്ള പ്രാർത്ഥനയുണ്ട്. ഞാൻ തന്നെ ഒരു 10-20 കൊല്ലത്തിലും ഇത്തരം പ്രാർത്ഥന കൂടെ എഴുതിയിട്ടുണ്ട്. കാര്യം എനിക്ക് ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളൊക്കെ അറിയാവുന്ന കാരണം അവസ്ഥകളെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. നമ്മുടെ കൃപാസന പുസ്തകത്തിലുണ്ട് ആ പ്രാർത്ഥനകളെല്ലാം. ജോലിയും ജപിക്കുന്ന മുമ്പ്, യാത്രയ്ക്ക് പോകുന്ന മുമ്പ്, ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എന്തെല്ലാം വിഷയങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. പരീക്ഷയ്ക്ക് പോകാമെന്നുള്ള പ്രാർത്ഥന, എല്ലാത്തിനും പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് നമ്മൾ ചെന്ന് പെടുന്ന ജീവിത സാഹചര്യത്തിന് പറ്റണ പ്രാർത്ഥന ഒരു പുസ്തകത്തിലും കാണത്തില്ല.
നമ്മൾ ചെന്നുപെടുന്ന ജീവിത സാഹചര്യത്തിന് പറ്റുന്ന പ്രാർത്ഥന ഒരു പുസ്തകത്തിലും ചിലപ്പോൾ കാണത്തില്ല. കാര്യം അങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ ഈ മനുഷ്യനോട് ഞാൻ കർത്താവേ, ഈ 14-ാം നിലയിലെ സിം ഒടിക്കാൻ പോകുന്ന മനുഷ്യന് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കാരണം നാളെ ആളകത്ത് പോവുകയാണ്. ഒന്നെങ്കിൽ പോലീസ് മുകളിലോട്ട് കയറി വരും, അല്ലെങ്കിൽ അയാൾക്ക് താഴെ ഇറങ്ങേണ്ടി വരേണ്ടി വരും. എന്നാലും അകത്താവും. ഈ മനുഷ്യന് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ അതോടെ പ്രാർത്ഥനയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഇതിൻ്റെ പ്രാർത്ഥനയുണ്ട്. ഇതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഈ മനുഷ്യന് വേണ്ടിയുള്ള സ്യൂട്ടബിൾ പ്രെയർ ഉണ്ട്. ഇതുകൊണ്ടാണ് ഈ പൗലോസ് പറയവേ, അതായത് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്. അപ്പം അച്ഛൻ പറയുന്ന മക്കൾക്ക് മനസ്സിലായോ? അതായത് എല്ലാത്തിനും A to Z നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനാ പുസ്തകത്തിൽ പ്രാർത്ഥനയുണ്ട്. പക്ഷെ നമ്മൾ സ്ട്രെയിഞ്ച് ജീവിതാനുഭവങ്ങളിലൂടെയാണ് പോകണമെങ്കിൽ അതിനെ പറ്റിയ പ്രാർത്ഥന ഈ പുസ്തകത്തിൽ ചിലപ്പോൾ കാണത്തില്ല. ഇപ്പം അതുപോലെയാണ് ഈ മനുഷ്യൻ ചെന്ന് പെട്ടിരിക്കുന്നത്. എന്താണ്? 14-ാം നിലയിൽ താഴെ ഇറങ്ങിയ പോലീസ് വരും, അല്ലെങ്കിൽ മുകളിലോട്ട് പിടിക്കും. അകത്ത് പോയാൽ ജാമ്യമില്ല. എങ്ങനെ പ്രാർത്ഥിക്കും? നമ്മളകത്ത് പോയാൽ അങ്ങനെ ഒത്തിരി കാശ് ഗവൺമെൻറ്റിൽ നിന്നും ഈ ധാന്യമൊക്കെ സപ്ലൈ ചെയ്യുന്ന വ്യവസായിയാണ്. അങ്ങനെയൊക്കെ അത് കിട്ടാൻ ഉണ്ട്. പക്ഷേ അകത്ത് പോയാൽ പിന്നെ കിട്ടത്തില്ല, ഈ പൈസ എല്ലാം പോകും. ഇപ്പോൾ ഒരു തരത്തിലും നമുക്ക് പ്രതീക്ഷ വെക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിക്കും? ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പൗലോസിന് ഈ വിഷയം ഉണ്ടായിരുന്നു. കാര്യം എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. ഓരോരോ ഇപ്പോൾ സഭയിലുള്ള പ്രശ്നങ്ങൾ 14 സഭകൾ അങ്ങനെ സ്ഥാപിച്ചു. ആ സഭയിലെല്ലാം പ്രശ്നമുണ്ടായി. കൊറോന്തോസ് സഭയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ പല ആൾക്കാരും വേജ ഉപദേശങ്ങൾ ആ സഭയിൽ തന്നെ വന്ന് പറയും. നമ്മളിതുപോലെ ഇപ്പോഴത്തെ പോലെ ഫോൺ വിളിച്ച് സംസാരിക്കാനോ വണ്ടിയെടുത്ത് ചെല്ലാനോ പറ്റാത്ത അവസ്ഥയാണ്. കപ്പൽ കയറിപ്പോകണം. കപ്പലിൻ്റെ സ്വഭാവമാണെങ്കിൽ കാറ്റനുസരിച്ചാണ്. ഒരു ദിവസം അങ്ങോട്ട് നമ്മൾ 2 കിലോമീറ്റർ പോയാൽ രണ്ടാമത്തെ ദിവസം കാറ്റ് തിരിഞ്ഞ് വീശുമ്പോൾ 3 കിലോമീറ്റർ പുറകോട്ട് വരും. ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും പോയാണ് നമ്മൾ അവിടെ എത്തണത്. ഏത് കാലത്ത് എങ്ങനെ അവസാനിക്കും? സംഘർഷം കൊണ്ട് സംഘർഷം. എന്ത് പ്രാർത്ഥിക്കണം? ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പ്രാർത്ഥിക്കണമെന്ന് പൗലോസിന് പിടിയുമില്ല. അപ്പം നമുക്ക് മാത്രമല്ല ഈ പ്രശ്നമുള്ളത്. ഈ ഓരോ ജീവിതത്തിൻ്റെ സ്ട്രെയിഞ്ച് വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ പിടികിട്ടാത്ത ഈ നേരത്തെ നമ്മൾ അനുഭവിക്കാത്ത വിഷയങ്ങൾ, അത് നല്ലതും വരും മോശവും വരും. അതല്ലേ മോശസിനോട് പറയണത്, ഇന്നലെ വരെ നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ ഞാൻ നിങ്ങളെ നടത്തും. ഇന്നലെ വരെ നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ. അപ്പോൾ സ്ട്രെയിഞ്ചായിട്ടുള്ള അപരിചിതമായിട്ടുള്ള വഴികൾ, ഈ അപരിചിതമായിട്ടുള്ള അവസ്ഥകളിൽ നമ്മൾക്ക് പരിചിതമില്ലാത്ത പ്രാർത്ഥന. പൗലോസ് പറയും, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിയത്തില്ല. എന്ത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം ആ മനുഷ്യനെ. അങ്ങനെയുടെ അപ്പോസ്തല ജീവിതത്തിൽ അങ്ങനെ അനുഭവിച്ചതാണിത്. കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, വെളിപാടുകൾ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ അവനൊരിക്കലും മുള്ള തന്നിരിക്കുന്നു പറഞ്ഞ പൗലോസ് അപ്പോസ്തലനാണ് പറയണത്. എത്ര വെളിപാടുണ്ടെങ്കിലും ചില സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊരു പിടിയില്ലെന്ന്. എത്ര വെളിപാടുണ്ടെങ്കിലും ചില സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊരു പിടിയില്ലെന്ന്. തലയുടെ കിളി പോയെന്ന് പറയത്തില്ല, അതുപോലുള്ള അവസ്ഥ വരികയാണ്. ഇങ്ങനെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മൾ റോമ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. അപ്പം ആത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്നതാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. നമുക്ക് അറിഞ്ഞുകൂടാ എന്താ പറയണത്? നിസ്സാരമല്ല. ഒരു അപ്പോസ്തലനാണിത് പറയണത്. അങ്ങയുടെ സഭയിൽ അങ്ങേ യേശു ക്രിസ്തു കഴിഞ്ഞ പിന്നെയുള്ള ഒരാളാണ്. അങ്ങേരുടെ നിസ്സഹായ അവസ്ഥ പറയും. നമുക്ക് അറിഞ്ഞുകൂടാ എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാൻ
ചില സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ ഒരു 4ാം ക്ലാസ്സിൽ കൊച്ചാ പറയണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. സാരമില്ല, കൊച്ചിന് അറിയാത്തതാണ്. ഇതാരാ പറയണത്? ഒരു അപ്പോസ്തലനാണ് പറയണത്. എല്ലാം അറിയാവുന്ന മനുഷ്യൻ എന്ന് നമ്മൾ പറയും. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ഇടയ്ക്ക് പറയും, അറിയാം, പക്ഷേ അറിയാം എന്ന് വിചാരിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അതിലൊന്നാണ് പ്രാർത്ഥനയ്ക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇടയ്ക്ക് പറയവേ, അറിയാം എന്ന് എല്ലാവരും പറയും, അറിയാമെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്ന്. അറിയേണ്ടത് എന്താണ്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്നാണ്. അപ്പം അറിയേണ്ട ഒരു കാര്യമാണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴാണ്? നമ്മുടെ ബലഹീനതയിൽ. അതാ 1 കൊറിന്ത്യൻസ് 5:2. അറിയാമെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അപ്പം നമ്മൾക്ക് അത് ഏറ്റുപറച്ചിലാണ്, അപ്പോസ്തലൻ്റെ ഏറ്റുപറച്ചിലാണ് ശരിക്കും എന്ന് പറയുമ്പോൾ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ സാധാരണക്കാരെ നമ്മുടെ ചിന്ത, കർത്താവേ, അപ്പോസ്തലന്മാർ വരെ ഇങ്ങനെ പറയണം പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന്, പിന്നെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് നമ്മൾ ജാഗരൂകതയായിരിക്കണം. ഇപ്പം ജാഗരൂകത എന്ന് പറയണത്, ഇപ്പം നമ്മൾ 21:36 എന്താ പറയണത്? സംഭവിക്കാൻ പോകുന്നതെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി സദാ പ്രാർത്ഥനാ നിരതരും ജാഗരൂകരുമായിരിക്കാൻ. പക്ഷേ ജാഗരൂകത എന്തിനെക്കുറിച്ചാണ് വേണ്ടത്? ഒന്നാമത് ജാഗരൂകത നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ കഴിയുന്നില്ല എന്നുള്ള നിസ്സഹായതയെക്കുറിച്ചാണ്. പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് ആദ്യത്തെ ജാഗരൂകത വേണ്ടത്. ശ്രുതികട ഹല്ലേലൂയ. സപ്പോസ് എന്നിട്ട് ഇങ്ങനെ ഒരു നിസ്സഹായത അവസ്ഥ വന്നാൽ ഹൗ ടു പ്രേ, വാട്ട് ടു പ്രേ, എന്താണ് ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള പ്രാർത്ഥന എന്താണ് എന്ന് തനിക്കറിയാൻ പാടില്ലെന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലൻ ആരെയാണ് ആശ്രയം വെക്കണമെന്ന് നോക്കിക്കേ. നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നമ്മൾ യേശു മാധ്യസ്ഥനാണെന്ന് നമുക്കറിയാം, ഏക മാധ്യസ്ഥൻ. പക്ഷേ യേശുവിൻ്റെ കൂടെ ത്രിത്വിക ദൈവം നമുക്ക് വേണ്ടി മാധ്യസ്ഥനാകും. ഇതെപ്പോഴാണ്? ജാഗ്രതയുണ്ടാകുമ്പോൾ, നമ്മുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച്. ഞാനെന്താ ഈ പറയണമെന്ന് കാര്യം, ഈ സമയത്ത് ഈ മനുഷ്യൻ പോലീസിൻ്റെ കയ്യിൽ അകപ്പെട്ട് ജയിലിലേക്ക് പോകാൻ പോകുന്ന ഈ മനുഷ്യൻ ജീവിതം പൊട്ടിഞ്ഞു പോകാൻ ഈ മനുഷ്യന് 14ാം നിലയിൽ വെച്ച് ഞാൻ എന്ത് പ്രാർത്ഥനയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു തന്നു, ഈശോയുടെ ഇരിപ്പുണ്ട്. അതാണ് ഈ പ്രശ്നം. നമ്മൾ സദാ പ്രാർത്ഥന നിരന്ന് പറയത്തില്ലേ? ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മൾ കർത്താവുമായിട്ട് പ്രെയർ ഫ്ലോയിലാണെങ്കിൽ, സദാ പ്രാർത്ഥനയിലാണെങ്കിൽ, ഒരു ഇഷ്യൂ വരണ സമയത്ത് നമ്മൾ പോലും അറിയാതെ ദൈവം നമ്മളിലേക്ക് അഭിഷേകം തരും. ഞാൻ ഈ മനുഷ്യനൊരു വാക്ക് പറഞ്ഞ് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. ഇപ്പോൾ പറഞ്ഞതാണ്. എനിക്ക് ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. എന്താണ്? കർത്താവേ, ആ മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റണമേ. കാര്യം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു വിഷയമാണ്, നമ്മൾ എന്ത് അനുഭവിച്ചാലും അനുഭവിക്കണം എവിടെയാണ്? ഹാർട്ടിലാണ്, അല്ലേ? നമ്മൾ എന്തനുഭവിച്ചു, സങ്കടമാണെങ്കിലും നമ്മുടെ ഹൃദയത്തിനാണത് വരണത്. സന്തോഷമാണെങ്കിലും അനുഭവിക്കണം എവിടെയാണ്? ഹൃദയത്തിനാണ്. അപ്പം ഹൃദയം എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു ഫോക്കൽ പോയിൻ്റാണ്. നമ്മുടെ കാലും തലയും തലച്ചോറും ഒന്നും പ്രാർത്ഥനയുടെ ഫോക്കൽ പോയിൻ്റ് അല്ല. പക്ഷെ ഹൃദയം പ്രാർത്ഥനയുടെ ഒരു ഫോക്കൽ പോയിൻ്റാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി എപ്പോഴും ഹൃദയത്തെ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഈ പല പ്രാർത്ഥനകൾക്കും വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിച്ചിട്ടും നമുക്കത് മനസ്സിലാകാത്തതിൻ്റെ കാരണം ഹൃദയം വേറെ ആരുടെയോ തടവറയിലാകുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരാളെ മൊബൈലിൽ വിളിക്കുന്നു, ഹലോ,
പക്ഷെ നമ്മൾ ഇപ്പം തിരിച്ച് ഹലോ കേൾക്കുമ്പോൾ അയ്യോ ഇത് ജോസിൻ്റെ സ്വരമല്ലല്ലോ. എടാ നീ ജോസല്ലേ? അപ്പം മിണ്ടത്തില്ല. പിന്നെ നമ്മൾ ഹലോ ഹലോ, അപ്പോഴും ഇത് ജോസല്ലല്ലോ. നമ്മൾ ജോസിനെ വിളിച്ചത്, പക്ഷേ അയാളുടെ മൊബൈൽ വേറെ ആരുടെ കയ്യിലാണ്. സംഭവം ഇതാണ്. അപ്പം ഞാൻ ചില സ്ഥലം MLA-മാരെയൊക്കെ വിളിക്കുമ്പോൾ MLA-മാരൊന്നും എടുക്കത്തില്ല, അവർ വല്ല പ്രസംഗത്തിലുമായിരിക്കും. ആ മൊബൈൽ അവരുടെ ഡ്രൈവറിൻ്റെ കയ്യിലുമായിരിക്കും ഇരിക്കുന്നത്. അവരോടൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതുപോലെ ഹാർട്ടിന് സംഭവിക്കും. നമ്മളുടെ ഹാർട്ട് വേറെ ആരുടെയെങ്കിലും കയ്യിലായിരിക്കും. അപ്പോൾ ദൈവത്തിന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു വലിയ വിഷയമാണ്, സീരിയസ് വിഷയമാണ്. എന്നിട്ട് ഇതിന് പൗലോസ് പറയണത് ഹാർട്ടിന് എപ്പോഴും ഒരു വാച്ചർ വേണമെന്ന് പറയും. ഹാർട്ടിനൊരു വാച്ചർ വേണം. അത് അടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ഹൃദയമേ അടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രതയാൽ നിങ്ങളുടെ ഹൃദയം അന്ധമാകുകയും ആ ദിവസം ഒരു കെണി പോലെ വന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ കെണികൾ വീഴാൻ സാധ്യതയുള്ള എവിടെയാണ്? ഹാർട്ടിലാണ് ഇത് വരണത്. എല്ലാ കെണികളും അനുഭവിക്കുന്നത് എവിടെയാണ്? ഹാർട്ടിലാണ്. അതുകൊണ്ട് എപ്പോഴും പൗലോസ് പറയും, എപ്പോഴും സന്തോഷത്തിലിരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യവും കൃതജ്ഞ പ്രകാശിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലേക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തയെയും കർത്താവായ യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഇങ്ങനെ വാച്ചറാണ്. ഹൃദയത്തിന് പ്രശ്നമുണ്ട്. കർത്താവായ യേശു, അതാണ് നമ്മൾ വായിക്കുന്നത്. ഹൃദയത്തിന് എപ്പോഴും ഇപ്പോൾ ഫിലിപ്പിയർ 4:4, 4:6, 4:7 വചനം വരെ ഇതങ്ങനെ ഈ വചനം തന്നെയാണ്. അപ്പോൾ ഹൃദയത്തിന് കാവൽ വേണം. ഇപ്പം ഞാൻ ചിലതൊക്കെ പ്രണയം തെറ്റാണോ അച്ഛാന്നൊക്കെ എന്നോട് ചില പെൺപിള്ളേർ വന്നിവിടെ ചോദിക്കും, ഇവിടെ ആൾക്കാരെ അച്ഛനെ കാണാൻ പറ്റുന്ന കാലത്ത്. ഇപ്പം ഞാൻ ചിരിച്ചു കളയും. എന്താ കാര്യം എന്നറിയാം? ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം പ്രെയർ ലൈഫ് പോകുമെന്നുള്ളതാണ്. മറ്റത് പിന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം കാര്യം ഈ നമ്മളുടെ ഹാർട്ട് നമ്മളുടെ കപിതാവിൻ്റെ കയ്യിലായിരിക്കും എപ്പോഴും. വലിയ പരിപാടിയാണത്. നിങ്ങളുടെ പല പ്രാർത്ഥനകൾക്കും ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം നിങ്ങളുടെ ഹൃദയം തടവറയിലായതുകൊണ്ടാണ്. ഇപ്പം അത് ജോലിയെ സംബന്ധമായ കാര്യമായാലും ശരി, ഒരു സ്ഥലം വിൽക്കുകയോ വാങ്ങുന്ന കാര്യമായാലും ശരി, ഹാർട്ട് തടവറയിലേ പോകും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെക്കാൾ ഉപരി വേറെ ആരെ സ്നേഹിച്ചാലും എനിക്ക് യോഗ്യനല്ലെന്നല്ല ഈശോ പറയണത്. കാര്യം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, കർത്താവിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇതുപോലെ ഹാർട്ടൊരു പ്രശ്നമാണ്. കാര്യം ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതും അത് ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് കേന്ദ്രം ഹാർട്ടിലാണ്. അതുകൊണ്ടാണ് ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ഇപ്പം ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പെട്ടെന്ന് തന്നത് ജീസസ് ചേഞ്ച് ദ ഹാർട്ട് എന്ന് പറഞ്ഞു. എന്താണ്? ഈ CBI റെയ്ഡിൽ പിടിക്കാൻ പോണ ആളിൻ്റെ ഹാർട്ട് ചേഞ്ച് ചെയ്യാനാണ് പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. പലർക്കും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ വേണ്ടിയുള്ള ബന്ധപ്പെടലിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് അവരുടെ പുസ്തകത്തിലില്ല. കൗൺസിൽ ചെയ്യാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുക പ്രാർത്ഥന. ബന്ധപ്പെടുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയുണ്ട്. പക്ഷേ കാര്യം മനുഷ്യൻ്റെ ജീവിതം ദൈവമായിട്ടുള്ള എല്ലാം ദൈവികമാണ്, ദൈവികമല്ലാത്ത ഒന്നുമില്ല. അപ്പോൾ അതാത് കാലങ്ങളിലൊക്കെ വിശ്വാസ ജീവിതം ജീവിച്ച ആൾക്കാരുണ്ട്. ഇപ്പം തോബിയാസ് പോലും ജീവിത പങ്കാളിയുമായിട്ട് ഐക്യപ്പെടുന്ന മുമ്പുള്ള പ്രാർത്ഥനയില്ല കളയാ. അവർ രണ്ടുപേർക്കും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ആ വിഷയം എന്താണ്? പ്രാർത്ഥനയുടെ സബ്ജക്റ്റാണത്. ബൈബിൾ അതിസുന്ദരമാണ് വിഷയങ്ങളിൽ. പക്ഷേ ഇങ്ങനെയുള്ള ഇത്രയും പ്രാർത്ഥന ഉണ്ടെങ്കിലും എനിക്ക് ഈ CBI റെയ്ഡ് ചെയ്യാൻ പോകുന്ന മനുഷ്യന് എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രാർത്ഥന എൻ്റെ മനസ്സിലില്ല. പക്ഷേ എനിക്ക് കർത്താവ് ഒരു പ്രാർത്ഥന തന്നു. എന്താണ്? ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. ഞാനോട് ഈ മനുഷ്യനകപ്പെട്ട് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ 11 മണിയായപ്പോൾ ഈ മനുഷ്യൻ രാവിലെ എന്നെ വിളിച്ചു. ഇത് രാത്രി സംഭവം നടക്കണത്. രാവിലെ എന്നെ വിളിച്ചു. എന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? അച്ഛനോട് ഞാൻ ഈ വിഷയം പറഞ്ഞതിന് ശേഷം എൻ്റെ ഹൃദയം അങ്ങോട്ട് മാറിപ്പോയെന്ന്. അപ്പോഴൊന്ന് ചിന്തിക്കണം. ഇപ്പോൾ ഈശോയോട് ഇരിക്കുന്നുണ്ട്, എൻ്റെ ഇടത് ഭാഗത്ത് അമ്മയുണ്ട്. ഞാൻ പറയുന്നതിൽ ഒരു ശ്വാസം പോലും ഡീവിയേഷൻ ഇല്ലാത്ത കാര്യമാണ്.
ഞാൻ ഫോൺ കട്ട് ചെയ്തതിന് ശേഷമാണ് കർത്താവിനോട് ഞാൻ പറഞ്ഞത് ജീസസ് ചേഞ്ച് ദ ഹാർട്ട് എന്ന്. ഫോൺ കട്ട് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് ആ മനുഷ്യൻ കേട്ടിട്ടില്ല. പക്ഷെ പിറ്റേ ദിവസം എന്നോട് പറയണതാണ്, അച്ഛനോട് സംസാരിച്ചതിന് ശേഷം എൻ്റെ ഹാർട്ട് ചേഞ്ചായി പോയെന്ന്. ഞാൻ പറഞ്ഞു, ഈശോ, എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത അനുഭവങ്ങളിലൊന്നാണിത്. അതായത് നമ്മളുടെ കാര്യം എല്ലാത്തിനും ഉത്തരം നിങ്ങൾക്കറിയണോ, CBI അതിനുശേഷം കേസായി. അയാളെ പിടിച്ചില്ല, പക്ഷെ കേസായി. എത്രയോ സിറ്റിങ്സ് കഴിഞ്ഞു, വീടുകളിൽ റെയ്ഡിങ് ചെയ്തു, പക്ഷെ അറസ്റ്റായില്ല. അപ്പോഴും അറസ്റ്റായില്ല. കേസ് കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ പല പ്രാവശ്യം CBI വിളിപ്പിക്കുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മ കൂടെ നിന്നിട്ട് ഈ ആവശ്യപ്പെടുന്ന ഓരോ പേപ്പറും ഇയാൾക്ക് പോലും അറിവില്ലാത്ത മറന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സ് ഓർപ്പിച്ച് എടുത്തെടുത്ത് കൊടുത്തു. ആ കേസുണ്ടായിരുന്ന 10 പേര് അകത്താകുമ്പോഴും ഇയാൾ അകത്താ നിൽക്കുകയാണ്. നമ്മൾ ഇന്ന് നിങ്ങളോട് അപ്പോൾ CBI മനുഷ്യനെ വെറുതെ വിട്ടു. എന്നാൽ ചിന്തിച്ച് എനിക്കൊരു കേസ് വേണം നമുക്ക്. ഇന്ന് നിങ്ങൾ ഇവിടെ ഇടയ്ക്ക് ചൊവ്വാഴ്ചകളിൽ ശുശ്രൂഷ ചെയ്യുന്ന വിജയകുമാറാണ് വിജയകുമാർ. അപ്പം അദ്ദേഹം ഇവിടുത്തെ ശുശ്രൂഷകനാണ്. പക്ഷേ ഒരു ദൈവാനുഭവത്തിൻ്റെ സഞ്ചാരം കണ്ടില്ലേ? ഞാൻ പഠിച്ച ഇതാണ്, ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. അതെനിക്കറിയാൻ പറ്റാത്തൊരു പ്രാർത്ഥനയാണ്. അതായത് നമ്മൾ എല്ലാം അനുഭവിക്കുന്നത് ഹൃദയത്തിലാണ്. നമ്മൾ പറയും ജപ്തി നടപടി വരല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. കാര്യം എന്താ? ഇനി സഹിച്ച് മതി, ഞാൻ മടുത്ത്, ഇനി ഒന്നും സഹിക്കാനില്ല എന്നല്ലേ നമ്മൾ പറയണത്. പക്ഷേ ആ വിഷയത്തിൻ്റെ അപ്പുറത്ത് ഇതെല്ലാം അനുഭവിക്കണത് എന്താണ്? നമ്മുടെ ഹൃദയമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ. യേശു സ്തോത്രം. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഇങ്ങനെ ഒരു വിഷയമുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? നൗ ആൻഡ് ദെൻ പ്രാർത്ഥിക്കുകയല്ല, വല്ലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുകയല്ല, എപ്പോഴും പ്രാർത്ഥനയുടെ അരുവിയിലായിരിക്കണം. മനസ്സുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകണമെന്നാണ് ഈ പറയുന്നത്. അല്ലാതെ എപ്പോഴും മുട്ടയിന്ന് ജപമാല ചെല്ലണമെന്നല്ല പറയണത്. എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം. ഇപ്പം ഞങ്ങൾ അങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കേണ്ടത്. ഏത് സമയത്തും കർത്താവിനടുത്ത് കോൺഷ്യസ് ആയിരിക്കും. അത് വലിയൊരു ഭാഗ്യമാണ് മക്കളെ. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ അവസരത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരാകും. അതാണ് നമുക്ക് അനുഭവം ഇല്ലാത്തതിൻ്റെ കാരണം. അതാണ് കുറവുള്ള കാര്യം. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മളപ്പോൾ വന്ന് ദൈവത്തിന് സന്നിധിപ്പം അങ്ങനെയല്ല. ഇഷ്യൂ ഉണ്ടാകാതിരിക്കുക ചെയ്യത്തട്ടെ. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഏത് ഇഷ്യൂസിൻ്റെ ഉള്ളിലും പ്രാർത്ഥനയുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പം അതായത് പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം ഷദ്രാക്ക്, അബ്നഗോർ, അങ്ങനെ കുറേ ആൾക്കാർ നെബൂഖദ്നേസർ രാജാവ് പിടിച്ച് തീക്കൊണ്ടത്തിലിടുന്ന ഒരു സംഭവം ദാനിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്. അതായത് ഷദ്രാക്കും അബ്നഗോറിനെ പോലെ 3 പേര് പിടിച്ച് തീക്കൊണ്ടത്തിലിടുന്ന. ഈ തീക്കൊണ്ടത്തിലിടുന്ന സമയത്ത് ഈ മനുഷ്യരവിടെ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് കഥയല്ലേ സങ്കല്പമല്ലേ എന്ന് അല്ല, അതൊക്കെ അനുഭവിക്കുമ്പോൾ അത് അറിയത്തുള്ളൂ. ഏത് കുണ്ടത്തിലാകപ്പെടുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. ഇതുപോലെ ഇപ്പോൾ ചിലപ്പോൾ ഇത് ഭർത്താവും ഭാര്യയും കൂടി പിരിയുന്നു, കേസ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നമുക്ക് തീക്കുണ്ടത്തിൽ വീണ അനുഭവമാണ്. കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നമുക്ക് ഭയങ്കര സങ്കടവും തീക്കുണ്ടത്തിൽ വീണ അനുഭവമാണത്. ചില നമ്മുടെ വീടിന് ജപ്തി വരണം, അപ്പോഴും നമ്മൾ തീക്കൊണ്ടത്തിൽ വീണ അനുഭവം. പിന്നെ ചിലപ്പോൾ നമുക്ക് രോഗങ്ങൾ വന്നിട്ട് ഗുരുതരമായ രോഗങ്ങൾ വരുന്നു, അപ്പോഴും ഇതുപോലെ തീക്കൊണ്ടത്തിൽ വീണ അനുഭവങ്ങൾ വീഴും. വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ. ഈ തീക്കുണ്ടത്തിൻ്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ. കാര്യം തീക്കുണ്ടത്തിൻ്റെ നടുക്ക് ഉടനെ ബൈബിൾ പറയണത്, അതായത്
അവർ മൂവരും, അതായത് ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 28-ാമത്തെ വാക്യം, അവർ മൂവരും ഏകകണ്ഠമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു. അപ്പോൾ യാചനാ പ്രാർത്ഥനയല്ല, അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്തുതി പ്രാർത്ഥനയാണ് വേണ്ടത്. നമ്മൾ അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ തീന്ന് രക്ഷിക്കണേ, എൻ്റെ ശരീരം പൊള്ളണേ, കരിയണേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെക്കൂടി പ്രാർത്ഥിക്കണമല്ല. ഇതാണ് ഒരു വിഷയം. അതായത് ദൈവത്തെ അറിയാവുന്ന മനുഷ്യർ അകപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ വെളിവ് കൊടുക്കും. അത് യാചനാ പ്രാർത്ഥനയല്ല, സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ്. എപ്പോഴും ഓർത്തേക്കണം, രോഗമായാലും നമ്മൾ അകപ്പെട്ടെന്ന് കണ്ടാൽ സ്തുതിക്കണം. കടമായാലും നമ്മൾ അകപ്പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്തുതിക്കണം. വിവാഹം പിരിയാൻ പോകണമെന്ന് അവരുടെ ഇഷ്ടമാണെങ്കിലും അകപ്പെട്ടെന്ന് കണ്ടാൽ നമ്മൾ സ്തുതിക്കണം. കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായറാഴ്ച വേർഡ് ഓഫ് ഗോഡ് സൺഡേ ആയിരുന്നു, ദൈവവചന ഞായറായിരുന്നു. അപ്പോൾ ദൈവവചന ഞായർ ഞാൻ രാവിലെ എഴുന്നേരപ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയത് ഈ ദാനിയേലിൻ്റെ പുസ്തകമാണ്. ദാനിയേലിൻ്റെ പുസ്തകം ഞാൻ ഈ 3-ാം അധ്യായം തന്നെയാണ് തുറന്നപ്പോൾ കിട്ടിയത്. ഞാനിങ്ങനെ വായിച്ച് പോയപ്പോഴേ ഈ ആൾക്കാർ, ഈ തീയിലിന്ന് അകപ്പെട്ട ആൾക്കാർ, അതിനുശേഷം അവർ സ്തുതിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? അത് കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, പിന്നെ ഹേമന്തത്തിലെ ശൈത്യമേ, ഗ്രീഷ്മത്തിലെ ഉഷ്ണമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. അതാണ് 3:45. ജീവിതാനുഭവങ്ങൾ, ഓരോ ജീവിതാനുഭവങ്ങൾ മനുഷ്യനുണ്ടാകുമ്പോഴേ വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളായിരിക്കും അത്. ആ അനുഭവങ്ങളെ എങ്ങനെ വിശ്വാസം കൈകാര്യം ചെയ്യണത് അവർ പറഞ്ഞിരിക്കണമെന്നൊരിക്കൽ ദാനിയേൽ 3:45 ഹേമന്തത്തിലെ ശൈത്യമേ, ഗ്രീഷ്മത്തിലെ ഉഷ്ണമേ, കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അതായത് ജീവിതത്തിൽ ഹേമന്തം വന്നാലും ഉഷ്ണം വന്നാലും നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവത്തെ. ഇപ്പം ഹേമന്തത്തിൻ്റെ ഐസ് കട്ടയൊക്കെ പറയുന്നുണ്ട്. ഐസ് കട്ടയുടെ നമ്മൾ തണുത്ത് പോകുന്ന, മരവിച്ച് പോകുന്ന അവസ്ഥയില്ലേ, ആ മരവിച്ച് പോകുന്ന അവസ്ഥയും സ്തുതിപ്പിൻ്റെ കാരണമാണ്. മരവിച്ച് ഇപ്പോൾ താഴേക്ക് പറയുമ്പോൾ മിന്നലുകളെ, മേഘങ്ങളെ, മലകളെ, കുന്നുകളെ, മഴയെ, മഞ്ഞ്, എന്നേക്കും കർത്താവിനെ സ്തുതിക്കുവിൻ. അതായത് ഓരോ വിഷയവും, ഹിമഗണങ്ങളെ, മഞ്ഞുകട്ടകളെ, 46 ദാനിയേലിൻ്റെ പുസ്തകം 3:46 പറയണത് ഹിമഗണങ്ങളെ, മഞ്ഞുകട്ടയെ. മഞ്ഞുകട്ടയുടെ അവസ്ഥ അറിയാമല്ലോ, ഉറഞ്ഞു പോണ, തണുത്ത് മരവിച്ചു പോണ അവസ്ഥ. ഹൃദയം മരച്ചു പോണ അനുഭവങ്ങളില്ലേ, ഹൃദയം മരച്ചു പോകണം. ഓരോ അനുഭവങ്ങളും എന്തിനുള്ളതാണ്? കർത്താവിനെ സ്തുതിക്കുക. നിങ്ങൾ ഓർത്തേക്കണം, എന്തെങ്കിലും പ്രയാസത്തിൽ ചെന്ന് ചാടിപ്പോയാലേ ഉടനെ ഈ ദാനിയേൽ 3 എടുത്ത് വായിക്കണം. നിങ്ങൾ സാധാരണ വായിക്കുന്നത് സങ്കീർത്തനം 91. സങ്കീർത്തനം 91-നേക്കാളും ശക്തമാണ് ഈ ദാനിയേൽ 3. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദാനിയേൽ 3:29 മുതലുള്ള എന്താ പ്രശ്നം വെച്ചാൽ ഇത് തീക്കുണ്ടത്ത് വീണിട്ട്, ആ തീക്കുണ്ടത്ത് വീണപ്പോൾ എന്നാ സംഭവിക്കണത്? അവർക്ക് ആന്തരിക ആ സാഹചര്യത്തിൻ്റെ മേലും അഭിഷേകം ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതായത് ഒരു സാഹചര്യത്തിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൻ്റെ മേൽ അഭിഷേകം ഉണ്ടാകും. ആ സാഹചര്യം ഇപ്പം തീ പൊള്ളണ സാഹചര്യമാണെങ്കിൽ അതിൻ്റെ പൊള്ളൽ ഏൽക്കാത്ത രീതിയിൽ നമ്മളെ ദൈവം കൊണ്ടു നടക്കും. ഇപ്പം നമ്മൾ ഐസയാ 43:2 ഐസയ 43:2 എന്നാ പറയണത്? നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് എൻ്റെ അർത്ഥം. എനിക്ക് 40 വാറ്റ് കേന്ദ്രങ്ങളും 4 നമ്പർ ഷാപ്പുകളും ഉള്ള ഒരു ഇടവകയുടെ സ്വത്താണ്. അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥയാണ് 40 വാറ്റ് കേന്ദ്രം, കള്ളവാറ്റ് കേന്ദ്രങ്ങൾ. അവിടെ ചെന്ന് പെട്ടുള്ള അവസ്ഥ അറിയാമല്ല, അസ്ഥി പോലും കിട്ടത്തില്ല. അതുപോലെ തന്നെ 4 നമ്പർ ഷാപ്പുകൾ, ലൈസൻസുള്ള ഷാപ്പുകൾ. ഇത് കൂടാതെ
ജനങ്ങൾ ഒരച്ഛൻ അവിടെ ഇരുന്ന് വികാരിച്ചൽ ഒരുത്തൻ വന്ന് കസേരക്ക് തലക്കിട്ടടിച്ച് അച്ഛൻ കിഴക്ക് വഴി മേടയുടെ വെയിലും ചാടി ഓടി ബിഷപ്പ് ഹൗസിൽ അഭയം പ്രാപിച്ചു. ഇങ്ങനെ ഒരു സമയത്ത് എന്നെ പിതാവ് ആ ഇടവകയിലോട്ട് വിട്ടു. ഞാനാണെങ്കിൽ ഉറഞ്ഞുപോയി, ഐസ് കട്ടയെപ്പോലെ മരച്ചുപോയി. അപ്പോൾ ഈ മരവിപ്പിൻ്റെ കാര്യം പറയണേ, അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുകയാണ്. ഞാൻ എന്ത് ചെയ്തറിയോ, ഞാൻ ഈ ട്രാൻസ്ഫർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 13 ജപമാല വെച്ചൊരു ദിവസം ചൊല്ലി. 13 ജപമാല വെച്ചൊരു ദിവസം. എത്ര ദിവസത്തേക്ക് ഇല്ലെന്നറിയാമോ? 10-45 ദിവസം ചൊല്ലി. ട്രാൻസ്ഫറൊന്നും ചേഞ്ചായില്ല, പക്ഷേ എൻ്റെ മനസ്സ് ചേഞ്ചായി. ഇതാണ് വിഷയം. ട്രാൻസ്ഫർ ചേഞ്ചായില്ല, ഞാൻ അങ്ങോട്ട് പോകേണ്ടി വന്നു. പക്ഷേ എൻ്റെ അവിടെ വെച്ച് അവിടുത്തെ ചില ആൾക്കാരെന്നെ തല്ലുകയും ചെയ്ത് ഒരു കാര്യം പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് അപ്പോഴും ഫീൽ ചെയ്തില്ല. എന്താ കാര്യം? ഇതിൻ്റെ അത് വരുന്നൊരു വിഷയം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കറക്റ്റാണെങ്കിൽ ഈ ആന്തരിക അഭിഷേകം ഉണ്ടാകും. ഒരു വിഷയം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ അതിൻ്റെ വേറൊരു ഭാഗമാണ് അതുണ്ടായിട്ട് അത് നമുക്ക് അനുഭവവേദ്യമാകാതെ വരണത്. അത് ഒരു വിഷയം ഉണ്ടാകാത്തതിനേക്കാളും വലുതാണ് അത് ഉണ്ടായതിന് ശേഷം നമുക്ക് അനുഭവവേദ്യമല്ലാതായി മാറണത്. അത് ഭയങ്കര സംഭവമാണ്. ഇതുകൊണ്ട് തന്നെയാണ് പൗലോസ് ഈ ദാനിയേൽ പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നത്, അതായത് ഹിമഗണങ്ങളെ മഞ്ഞുകട്ടകളെ കർത്താവിനെ സ്തുതിക്കാൻ. മരവിച്ച അനുഭവം ഉണ്ടായാലും ശരി, തണുത്ത അനുഭവം ഹൃദയം മരവിക്കുന്ന അനുഭവം ഉണ്ടായാലും ശരി, അതെന്തിനു വേണ്ടിയുള്ളതാണ്? കർത്താവിനെ സ്തുതിക്കാനുള്ളതാണ്, അല്ലാതെ കർത്താവിന് പ്രാകാരല്ല. ഞാൻ ചിലർ പറയുന്നത്, ഞാൻ ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ച ഒരു മകനെ ശവപ്പെട്ടി കിടത്തിയിരിക്കുകയാണ്. അവൻ്റെ അമ്മ അടുത്തിരിപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇടവക വികാരി എന്ന രീതിയിൽ ഞാൻ ചെല്ലുമ്പോൾ എന്നെ കണ്ടത് വലിയമ്മക്ക് മകൻ നഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ എന്നെയും കൂടി കണ്ടപ്പോൾ ദൈവത്തിന് അവർക്ക് പുച്ഛമാണ്. എന്നെയും കൂടി കണ്ടപ്പോൾ ദേവന് ശവം കെടുത്തോണ്ട് പോകാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞ് അവിടെ കൂടി നിലവിളിച്ചിട്ട് ഒരു കുരിശ് ആ ശവത്തിൻ്റെ കയ്യെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടാ എത്ര കുരിശിട്ടാണ്ടാ ഞാൻ നിന്നെ കിടത്തിയത് ഉറക്കിയത്, എന്നിട്ട് മകനെ നിന്നെ ഒരു കുരിശും രക്ഷപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാണ് ഇവർ കാരണത്. ഞാനൊന്നും വേണ്ടിയില്ല, ഞാൻ ശവം എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷെ അതല്ല, ഞാൻ എപ്പോഴും ഓർക്കുവേ കുരിശെങ്ങനെ അവനെ സംരക്ഷിക്കും. അമ്മ കുരിശ് തലേണി വരച്ചിട്ട് കാര്യമില്ലേ. അവൻ്റെ മെയിൻ പരിപാടി എന്ന് പറയണത്, ഞാൻ കുർബാനയുള്ള സമയത്ത് എനിക്ക് മുമ്പുള്ള വികാരം ചെയ്യുന്ന സമയത്തും ഞായറാഴ്ച അവൻ പള്ളി വരും. എന്തിനാണെന്നറിയാമോ? അവനൊരു ഇഷ്ടമുണ്ട്. ആ പെണ്ണിനെ പള്ളിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി പള്ളിയുടെ അരികും മറയത്ത് നിന്നുകൊണ്ട് ലൈൻ അടിക്കണതാണ് അവൻ്റെ പരിപാടി. പിന്നെ എങ്ങനെയാണ്? നമ്മുടെ കയ്യിരിപ്പം മോശമാണെങ്കിൽ ഏത് കുരിശ് തലേണി കയറ്റിയിട്ട് എന്ത് കാര്യം? പ്രൊട്ടക്ഷൻ പോയി. അച്ഛൻ പറഞ്ഞതിന് പറയുന്നതിൻ്റെ കാരണം, നമ്മുടെ അഭിഷേകം നമുക്ക് വരുന്നതെന്ന് പറയണത് നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ കുറച്ച് വിശുദ്ധിയോടെ തന്നെ പെരുമാറേണ്ടി വരും. അല്ലാതെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് സംരക്ഷണം ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം സംരക്ഷണം ഉണ്ടാകത്തില്ല. ആ പ്രാർത്ഥന ഭരിക്കാൻ പറ്റിയ ഹൃദയാവസ്ഥ കൂടി നമുക്കുണ്ടാവണം. ആ പ്രാർത്ഥന ഭരിക്കാൻ പറ്റിയ ഹൃദയാവസ്ഥ കൂടി നമുക്കൊരു കാര്യം. ഇപ്പം നമ്മൾ ഓരോ വിഷയം, ഇപ്പം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു 46 ദാനിയേൽ 3:46 ഹിമഗണങ്ങളെ മഞ്ഞുകട്ടകളെ കർത്താവിനെ സ്തുതിക്കുവിൻ. അത് താഴേക്ക് വരുമ്പോൾ മൂടൽ മഞ്ഞ് പൊടിമഞ്ഞ് കർത്താവിനെ സ്തുതിക്കും. മിന്നലുകളെ മേഘങ്ങളെ, എല്ലാ അനുഭവങ്ങളും പൊടിമഞ്ഞായാലും അതുപോലെ തന്നെ മൂടൽ മഞ്ഞായാലും ചിലപ്പോൾ ഒന്നും കാണത്തില്ലേ. ഇപ്പം നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ ഇപ്പം ചെന്നുള്ള അവസ്ഥ എന്താ? ഹൈ റേഞ്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 11:30 മണിയാകാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റത്തില്ല. ഞാൻ പല പ്രാവശ്യം പോയപ്പോഴേക്ക് സംഭവിച്ചതാണ്. അത് മൂടൽ മഞ്ഞാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റത്തില്ല, കാഴ്ച നഷ്ടപ്പെട്ടിരിക്കും. ഇങ്ങനെ നമ്മൾക്ക് തന്നെ എന്താണൊരു പോം വഴി, എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, വഴി അറിയാൻ പല നിൽക്കണം മൂടൽ മഞ്ഞ്. അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വഴി അറിയാൻ പറ്റത്തില്ലെങ്കിലും ഈ കടം പരിഹരിക്കാൻ ആരോടാണ് കൈ നീട്ടേണ്ടത് നമുക്കറിയത്തില്ല. മൂടൽ മഞ്ഞാണ്, ഒരു പിടിയില്ല, ഒരെത്തും പിടിയില്ല. ഇപ്പോഴും എന്താ സംഭവിക്കേണ്ടത്? അപ്പോഴും എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിനെ സ്തുതിക്കുവിൻ. എന്താ പ്രശ്നം? എന്നേക്കും അതായത് എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ.
അതായത് ബൈബിൾ ഇടയ്ക്ക് പറയുന്ന ഒരു സംഭവമാണ്. അതായത് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഇപ്പം ലാറ്റിൻ കുർബാനയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആവേശമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ശക്തിയുണ്ട്, പിശാചിനും ശക്തിയുണ്ട്, രോഗത്തിനും ശക്തിയുണ്ട്, നമ്മുടെ നിരാശകൾക്കൊക്കെ അതിൻ്റെ ശക്തിയുണ്ട്. പക്ഷേ എന്നേക്കും ശക്തിയില്ല. എന്നേക്കുമായ ശക്തി ആർക്കാണ്? ദൈവത്തിന് മാത്രം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് കുറച്ച് വിഷമങ്ങൾ അനുഭവിച്ചാലും അവസാനം ദൈവികമായ ശക്തി, നിത്യമായ ശക്തി, എന്നേക്കുമുള്ള ശക്തി നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ബലക്ഷയങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാലമുണ്ടാകും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഒരു വചനം കണ്ടു, ദാനിയേൽ 2:20. അതായത് ദൈവമേ അങ്ങയുടെ ശക്തി എന്നേക്കുമുള്ളതാകുന്നുവെന്ന് ഇപ്പം എഴുതി കാണിച്ചോണ്ട് ഞാൻ പറയണം. അങ്ങയുടെ ശക്തി. ഇപ്പം ദൈവത്തിന് ശക്തി, മറ്റു രോഗത്തിന് ശക്തി ഉണ്ടാകാം, പക്ഷേ എന്നേക്കും ശക്തിയില്ല. അതിനെ അതിജീവിച്ചുകൊണ്ട് ദൈവികമായ ശക്തി പ്രബലപ്പെടും. നിന്റെ നിരാശയ്ക്കും വ്യസനത്തിനുമൊക്കെ ശക്തി ഉണ്ടാകാം, പക്ഷേ എന്നേക്കും ശക്തിയില്ല. നീ ആശ്രയിക്കുന്ന ദൈവത്തിന് ശക്തി. ഈ ആശ്രയിക്കുന്ന ദൈവത്തിന് ശക്തി എന്ന് പറഞ്ഞപ്പോഴേ ഇപ്പം ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ രസമുണ്ട്. ഈ ഷദ്രാക്കും അബ്ദനഗോറും ഒക്കെ തീച്ചൂടയിൽ കിടക്കുമ്പോൾ അവിടെ മധ്യത്തിലേക്ക് ദൈവദൂതൻ ഇറങ്ങി വരും. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിൻ്റെ മധ്യത്തിലെന്ന് പറയണത് നമ്മുടെ വേദനകളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണ ദൈവത്തെയാണ് ബൈബിള് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ വേദനകളുടെ മധ്യത്തിൽ ഇത് എന്നാ പറയണമെന്ന് വെച്ചാൽ ആ സ്ഥലം മുഴുവനും നല്ല കുളിർതെന്നലാക്കി മാറ്റി, കുളിർക്കാറ്റുള്ള ഈർപ്പമുള്ള കുളിർക്കാറ്റുകൾ കൊണ്ട് അഭിഷേകം ചെയ്ത് ആ സ്ഥലം മുഴുവനും നിൽക്കുന്നിടം. ഇപ്പം എനിക്ക് സംഭവിച്ച അതല്ലേ, ഞാൻ അടിവരെ കൊണ്ടെന്ന് പറഞ്ഞു, ആ സ്ഥലത്ത് തന്നെയാണ് പോകേണ്ടി വന്നു. പക്ഷേ എന്താണ്, ദൈവം എനിക്ക് ചുറ്റും അഭിഷേകം ഉണ്ടാക്കി. എൻ്റെ നിരാശയോ അല്ലെങ്കിൽ വേദനയോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ഒരു വിഷമമോ ഇന്നുമില്ല. അങ്ങനെ സംഭവിച്ചൊരു സന്തോഷമാണ് ഇപ്പോഴും തോന്നുന്നത്. അങ്ങനെ സംഭവിച്ചതെങ്കിലും സന്തോഷം തോന്നുന്നത്. അപ്പോഴേക്ക് ഹൃദയമല്ലേ അനുഭവത്തിൻ്റെ അടിസ്ഥാനം. അഭിഷേകം നമുക്ക് കിട്ടേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലല്ലേ അഭിഷേകം കിട്ടേണ്ടത്. ഇപ്പം എൻ്റെ മക്കൾ ഹൃദയത്തിൽ നിന്ന് നെഞ്ചിൽ കൈവച്ച് യൂട്യൂബിൽ എന്നെ കേൾക്കുന്നവരും അവിടെ നെഞ്ചിൽ ഇടതുഭാഗത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസപ്രമാണം ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യും. എന്ത് അവസ്ഥകളെയും അതിജീവിക്കാനുള്ള അഭിഷേകം തരും. കർത്താവെ, ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോ അങ്ങ് പറഞ്ഞു കർത്താവെ, ഹൃദയത്തിന് കാവൽ വേണമെന്ന് ഈശോ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുമുറുപാർന്ന വലതുകരം, അണിപ്രതാർന്ന അത്ഭുതകരം നിങ്ങളുടെ കർത്താവെ ഇപ്പോഴും നെഞ്ചത്ത് കൈപത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കർത്താവെ നിന്റെ പരിശുദ്ധാത്മാ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇപ്പോഴും കർത്താവ് ഹൃദയത്തിലേക്ക് ആവശ്യിക്കണമേ. കർത്താവ് വേദനപ്പെടുന്ന ആൾക്കാരുണ്ട് ഈശോയെ. കർത്താവ് ജീവിത പങ്കാളികൾ പിരിഞ്ഞു പോകാൻ വേണ്ടി പോകുന്നുണ്ട് ഈശോയെ. കേസ് വരാൻ പോകുന്നുണ്ട് കർത്താവ്. വരാൻ പോകുന്ന വിഷയങ്ങൾ കർത്താവ് വരാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് കേസ് വരുമ്പോൾ, കേസിൻ്റെ കർത്താവ് വിധി പ്രസ്താവിക്കുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമായിരിക്കും പ്രതികൂലമായിരിക്കുമോ, അത് പ്രതികൂലമായിരിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വേദനിക്കുന്ന മക്കളുടെ കർത്താവ് ഈശോ അങ്ങയുടെ വചനത്തിൽ എഴുതിയുള്ള കർത്താവ് ലൂക്ക 21:36 പ്രാർത്ഥിക്കുന്നു. സംഭവിക്കാൻ പോകുന്ന വിപത്തുകൾ ഓർത്ത് കർത്താവ് നിരാശപ്പെടാതെ കർത്താവ് സദാ പ്രാർത്ഥന നിരതരായിരിക്കാൻ കർത്താവ് ഈശോ ഫിലിപ്പിയർ 4:7 പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹൃദയത്തെ കർത്താവ് കാവലേർപ്പെടുത്താൻ വേണ്ടി കർത്താവ് നിന്റെ തിരുമുറുപാർന്ന് വരത് കർത്താവ് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വേദന കൊണ്ട് പ്രാർത്ഥിക്കുന്ന രോഗം മാറാത്ത മക്കളെ, അതിന് ഹൃദയവേദന അനുഭവിക്കുന്ന മക്കള്, മരുന്നിന് പണം പോലും ഇല്ലാത്തവര്, ഏത് ആശുപത്രി കിടന്ന് കർത്താവ് ബില്ല് തീർക്കാൻ പറ്റാത്ത മക്കൾ കർത്താവ്, മക്കളില്ലാത്ത കർത്താവ്, മക്കളില്ലാത്തതിന് വരെ മാനസിക
മാനസികമായ പീഡകളും വേട്ടയാടലും കർത്താവ് അനുഭവിക്കുന്ന കർത്താവ്, ഈശോ ഭവനം തകർന്നു പോയ കർത്താവ്, ഭവനം പണിയാൻ നിവൃത്തിയില്ലാത്തൊരു കർത്താവ്, വഴിയില്ലാത്തൊരു വീടില്ലാത്ത കർത്താവ്, അതെല്ലാം അനുഭവിക്കുന്ന ആന്തരികമായ ഹൃദയാഘാതങ്ങൾ കർത്താവ്, ഈശോ ഓരോ മനുഷ്യരെ സംശയം കൊണ്ട് ധാരണ കൊണ്ട് കർത്താവ്, ജീവിത കർത്താവ് പഠനത്തിൽ കർത്താവ് പരാജയം കൊണ്ട് കർത്താവ്, മറ്റുള്ള മക്കളുടെ മുമ്പിൽ അപമാനിക്കുന്നതിന് ഹൃദയഭാരം അനുഭവിക്കുന്നവർ, ആ ഹൃദയത്തെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ. യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ആ ഹൃദയത്തെ സ്പർശിക്കട്ടെ, കഴുകട്ടെ. യേശുക്രിസ്തുവിന്റെ വിശുദ്ധ മാരകമായി എന്ത് കഴിച്ചാലും അവർക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. പറയണ വാക്കെല്ലാം വളരെ മാരകമായ കാര്യമാണെങ്കിലും ഉപദ്രവം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഭജനത്തിൻ്റെ ഫലം, അഭിഷേകത്തിൻ്റെ ഫലം. അതാണ്. പല സംഭവങ്ങളൊക്കെ നടക്കാം, പക്ഷെ നമ്മളത് ബാധിക്കത്തില്ല. ഇത് നിസ്സാര കാര്യമല്ല. ലൂക്കാ 10:19 അതിനോട് ബന്ധപ്പെട്ട വചനങ്ങളുണ്ട്. എന്താ? സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. ബാധിക്കത്തില്ല, ഉപദ്രവിക്കത്തില്ല എന്നൊക്കെ പറയണത് ഈ പ്രാർത്ഥനാ അനുഭവത്തിൻ്റെ ഒരു പ്രത്യേക തലമാണ്. വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മുടെ വേദന എന്താണ്? നമ്മളത് ബാധിക്കും. നമ്മളത് എങ്ങനെ ബാധിക്കും? നമ്മളത് ബാധിക്കുമോ? മനുഷ്യൻ എപ്പോഴും ആശങ്കപ്പെടുന്നൊരു വിഷയമാണ് നമ്മളത് ബാധിക്കുമോ എന്നുള്ളത്. നമ്മളത് എങ്ങനെ ബാധിക്കും? അപ്പോൾ ബൈബിൾ നൽകുന്നൊരു ഉത്തരമാണ് ബാധിക്കത്തില്ല എന്നുള്ളത്. ഇപ്പം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കാം, പക്ഷെ നമ്മളെ ബാധിക്കത്തില്ല. ഇതാണ് പ്രാർത്ഥനയുടെ അഭിഷേക തലത്തിൻ്റെ ഒരു പ്രത്യേകത. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്തെല്ലാം സംഭവിച്ചാലും അതിൻ്റെ ജീവിതത്തെയും ഹൃദയത്തെയും ബാധിക്കാത്ത പ്രത്യേക അഭിഷേകം നൽകണം. ശ്രുതികട ഹല്ലേലൂയ. നിന്റെ ഉന്നതമായ ശ്രുതികട മക്കളെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, മർക്കോസിന്റെ 16:7 പ്രാർത്ഥിക്കുന്നു കർത്താവേ, നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കും. കർത്താവ്, ശത്രുതയുള്ള മനുഷ്യരുണ്ട് കർത്താവേ. ആ ശത്രുതയുള്ള മനുഷ്യർ കാണിക്കുന്ന കള്ളക്കേസുകൾ, കുടിലതന്ത്രങ്ങൾ, അവരുടെ എല്ലാ ചതിക്കുഴികൾ, അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് കർത്താവേ, ശത്രു എന്തെല്ലാം ചെയ്യാൻ പോകുന്നു, ഏതെല്ലാം വിധത്തിൽ പാര വെക്കാൻ പോകുന്നു, ഏതെല്ലാം വിധത്തിൽ കേസ് കൊടുക്കാൻ പോകുന്നു, ഏതെല്ലാം വിധത്തിൽ കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നു, ഒന്നും അറിയാൻ പാടില്ല കർത്താവേ. അതുകൊണ്ട് തന്നെയാണ് വചനം പറയണത്, നിങ്ങൾ ശത്രുക്കളുടെ മേൽ കൈകൾ വെക്കും കർത്താവേ. കർത്താവേ, മാരകമായി എന്ത് കഴിച്ചാലും നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാകത്തില്ല. നിങ്ങൾ സർപ്പങ്ങളെ പിടിക്കുമെന്ന് പറഞ്ഞു കർത്താവേ. ഇതുപോലെ മാരകമായ വിഷയങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ, അതെല്ലാം കയ്യിൽ കർത്താവേ, കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ, സർപ്പങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സമയങ്ങൾ, ശത്രുവിനെ കൈകാര്യം ചെയ്യേണ്ട സമയങ്ങൾ അപ്പൊക്കെ വരുമ്പോഴും കർത്താവേ, അതെല്ലാം കള്ളക്കേസുകൾ കൊണ്ടും പലതരത്തിലുള്ള തകർച്ചകൾ കൊണ്ടും പലതരത്തിലുള്ള ചതിപ്രയോഗങ്ങൾ കൊണ്ട് കർത്താവേ, ക്ഷുദ്രദോഷം കർത്താവേ, മക്കളെ അങ്ങയുടെ മക്കളെ കർത്താവേ വേദനിപ്പിക്കുമ്പോൾ കർത്താവേ, അതിനെല്ലാം അതിൻ്റെ ദംശനം ഏക്കാതെ കർത്താവേ, ഒന്നും നിങ്ങളെ ഉദ്ധരിപ്പിക്കത്തില്ല നല്ല ചെയ്ത മർക്കോസ് 16:17 പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെയുള്ള അഭിഷേകം ശത്രുക്കളുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും, സത്താന്റെ കുതന്ത്രങ്ങളിൽ നിന്നുമുള്ള കർത്താവേ, അതിന് ഭവിക്കാൻ പറ്റാതെ പ്രതിരോധിക്കുന്ന ദൈവികമായ അനുഗ്രഹത്താൽ മക്കളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ സുവിശേഷം 10:19 ഇതേ വചനം തന്നെയാണ്. ഇതാ ശത്രുക്കളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നുവെന്ന്. അഭിഷേകത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് അധികാരമെന്നാണ്. നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവം തന്നെ ഒരു അധികാരം കൊടുക്കും. എന്തിൻ്റെ മേലാണ്?
ശത്രുക്കളുടെ മേൽ അധികാരം, സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം. ഈ അധികാരം കിട്ടുന്നതിന് വേണ്ടി ഹൃദയത്തിൽ അഭിഷേകം ചെയ്തുകൊണ്ട് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് ശ്രദ്ധിക്കുന്ന മക്കളെ, ഉന്നതമായ നാമത്തിന് കർത്താവേ, ലൂക്കാ 10:19 പ്രാർത്ഥിക്കുന്നു. സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്ന ചെയ്ത ആ അധികാരം കർത്താവ് ഇപ്പോഴും അങ്ങനെ നാമത്തിന് വചനാനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവ് അധികാരം കൊടുക്കണം. കർത്താവ് ശത്രുവിനെ കുറിച്ചുള്ള ഉത്കണ്ഠകള്, ആശങ്കകള്, പേടികള്, അത് കടങ്ങളെ കുറിച്ചാകാം, രോഗങ്ങളെ കുറിച്ചാകാം, വ്യക്തികളുടെ വിദ്വേഷത്തെ കുറിച്ചാകാം, എന്തിനെ കുറിച്ചാകാം കർത്താവ് ആശങ്കകളെല്ലാം അതിജീവിക്കാനുള്ള ഏൽപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മൗനമായിട്ട് ആശീർവാദ സമയത്ത് ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആശീർവാദത്തിൻ്റെ സമയത്ത് യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും ഇന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ